ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. ഒഡീഷ സർക്കാരിന്റെ വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 20-ന് സംസ്ഥാനത്തെത്തും. ഭുവനേശ്വറിലെ ജനതാ മൈതാനത്ത് സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. കേന്ദ്രമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും. UAE മന്ത്രി റീം അൽ ഹാഷിമുമായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ UAE സമഗ്ര നയതന്ത്ര സഹകരണം ചർച്ചയായി. വ്യാപാരം, ഊർജ്ജം, പ്രതിരോധം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്താൻ അബുദാബിയിൽ നടന്ന ചർച്ചയിൽ ധാരണയായി. അമേരിക്കയിലെ ന്യൂജേഴ്സി ന്യൂവാർക്ക് വിമാനത്താവളത്തിൽ ഹരിയാന സ്വദേശിയായ ഇന്ത്യൻ പൌരനെ കസ്റ്റഡിയിലെടുത്തത് സാധുവായ വിസയില്ലാതെ അമേരിക്കയിൽ നിയമവിരുദ്ധമായി പ്രവേശിച്ചതിനാണെന്ന് ന്യൂയോർക്കിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം. യാത്ര ചെയ്യാൻ പ്രാപ്തനായാൽ ഇയാളെ ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്നും കോൺസുലേറ്റ് അറിയിച്ചു. നിക്ഷേപകരുടെ സുരക്ഷയും സാമ്പത്തിക സുതാര്യതയും കണക്കിലെടുത്ത് രജിസ്റ്റർ ചെയ്ത എല്ലാ ഇടനിലക്കാർക്കും പുതിയ UPI പേയ്മെന്റ് സംവിധാനം നിർബന്ധമാക്കിയതായി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. 2025 ഒക്ടോബർ 1 മുതൽ ഇത് നടപ്പിലാക്കുമെന്ന് സെബി മേധാവി മുംബൈയിൽ അറിയിച്ചു. നിക്ഷേപകർക്കായി സെബി ചെക്ക് എന്ന സംവിധാനവും ആരംഭിക്കുന്നുണ്ട്. IRCTC വെബ്സൈറ്റ്, മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിവയിലൂടെയുള്ള തത്കാൽ ടിക്കറ്റ് ബുക്കിംഗിന് അടുത്ത മാസം 1 മുതൽ ആധാർ സ്ഥിരീകരണം നിർബന്ധമാക്കി. AC, non-AC ക്ലാസുകളിലേക്ക് ഏജന്റ് വഴി ആദ്യ 30 മിനിറ്റിൽ ഇനി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ ആകില്ല. അടുത്ത മാസം 15 മുതൽ എല്ലാ തത്കാൽ ഓൺലൈൻ ബുക്കിംഗും OTP അധിഷ്ഠിതമായിരിക്കുമെന്നും റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. ആകാശവാണിയിലെ മുൻ ഉറുദു വാർത്താ അവതാരകൻ സലീം അക്തർ ന്യൂഡൽഹിയിൽ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. ആകാശവാണി ന്യൂസ് സർവീസസ് ഡിവിഷനിലെ ഉറുദു വിഭാഗത്തിൽ 25 വർഷക്കാലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ദക്ഷിണ ഉപദ്വീപ്, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ ഈ മാസം 16 വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ അടുത്ത 2 ദിവസം ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ മറാത്ത്വാഡ, ഛത്തീസ്ഗഡ്, തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയെന്നും മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് അടുത്ത ഒരാഴ്ച വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും കോട്ടയം മുതൽ വയനാട് വരെയുള്ള 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഈ മാസം 15 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട സിംഗപ്പൂർ ചരക്ക് കപ്പലിലെ തീ ഭാഗികമായി നിയന്ത്രണ വിധേയമാക്കി. കപ്പലിനെ വടം ഉപയോഗിച്ച് ഉൾക്കടലിലേക്ക് കൂടുതൽ വലിച്ചു മാറ്റാനുള്ള ശ്രമം പുരോഗമിക്കുന്നതായി കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. തീ അണയ്ക്കുന്നതിനായി നാളെ മുതൽ ഡ്രൈ കെമിക്കൽ പൗഡർ ബോംബുകൾ വർഷിക്കുമെന്നും കോസ്റ്റ് ഗാർഡ് പറഞ്ഞു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പ്ലാസ്റ്റിക് പെല്ലറ്റ് മലിനീകരണ പ്രതികരണ മാർഗരേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. കൊച്ചി തീരത്തിന് സമീപമുണ്ടായ ചരക്ക് കപ്പൽ അപകടത്തിൽ കേരള തീരത്ത് പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ അടിഞ്ഞുകൂടിയ സാഹചര്യത്തിലാണ് നടപടി. വിവിധ രാജ്യങ്ങൾ ഇത്തരം സാഹചര്യം കൈകാര്യം ചെയ്ത രീതി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനിച്ച എറണാകുളം അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്ത്. അയ്യമ്പുഴ പഞ്ചായത്തിൽ 70% കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്നവരാണെന്നും കാട്ടുപന്നി ആക്രമണത്തിൽ വൻ കൃഷിനാശം സംഭവിക്കുന്നതിനാലാണ് തീരുമാനമെടുത്തതെന്നും പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി. അധ്യയന വർഷത്തിൽ 220 പ്രവൃത്തി ദിവസം വേണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാനത്തെ 8, 9, 10 ക്ലാസുകളിൽ പുതിയ സമയക്രമം നിശ്ചയിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും അരമണിക്കൂർ വീതം അധിക പ്രവൃത്തി സമയം ഏർപ്പെടുത്തി. രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയായിരിക്കും ഹൈസ്കൂൾ ക്ലാസുകൾ. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ശനിയാഴ്ച വൈകുന്നേരം 5-ന് തുറക്കും. മിഥുനം 1 15 മുതൽ 19 വരെ പതിവ് ചടങ്ങുകളും പൂജകളും നടക്കും. 19-ന് രാത്രി 10-നാണ് നട അടയ്ക്കുക. ദർശനത്തിന് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാവുന്നതാണ്. 1960 മുതൽ എല്ലാ വർഷവും പുനരവലോകന സമയത്തും തിരഞ്ഞെടുപ്പിന് മുൻപും ഇന്ത്യയിലെ എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുമായി വോട്ടർ പട്ടിക നിയമപരമായി പങ്കിടുന്നുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ സ്വീഡനിൽ നടക്കുന്ന സ്റ്റോക്ക്ഹോം അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീലങ്കയിൽ നാളെ മുതൽ വൈദ്യുതി നിരക്ക് 15% വർദ്ധിപ്പിക്കുമെന്ന് പബ്ലിക് യൂട്ടിലിറ്റീസ് കമ്മീഷന്റെ പ്രഖ്യാപനം. 2024 ഡിസംബറിൽ വൈദ്യുതി ബില്ലുകളിൽ ഏകദേശം 20% കുറവ് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് പണപ്പെരുപ്പം ലഘൂകരിക്കാനും വൈദ്യുതി ഉൽപ്പാദനം മെച്ചപ്പെടുത്താനും കഴിഞ്ഞിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.